നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോസ് ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഒരെണ്ണം വാട്ടർ H2O, ഒരെണ്ണം ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതിന് പകരം രണ്ട് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണം H2Oയും ഒരെണ്ണം H2O2. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്? അത് ഏത് ലോ കാരണമാണ്? ഇത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വഴിയാണ്. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് അതിന്റെ റീസൺ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ഈ ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയാൽ, എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ. കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് കോമ്പൗണ്ട്. ഇപ്പൊ വാട്ടർ ഒക്കെ പോലെ. ഇപ്പൊ രണ്ട് എലമെന്റ്സ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയാൽ, H2Oയും H2O2 ഒക്കെ പോലെ ഉണ്ടാക്കിയാൽ, അതിൻ്റെ അകത്ത് ആ ഫിക്സ്ഡ് ആയിട്ടുള്ള ആളുണ്ടല്ലോ. ഇപ്പൊ H2Oയിലും H2O2വിനകത്തും ഫിക്സ്ഡ് ആയിട്ടുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ H2 ആണ്. ഓക്കെ, ആ ഫിക്സ്ഡ് ആയിട്ടുള്ള ആളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഡിഫറെന്റ് മാസുള്ള ആള്, അതായത് O2, അയാളുടെ മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഒന്നുകൂടെ പറയാം. രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കിയാൽ അതിലെ ഫിക്സ്ഡ് ആയിട്ടുള്ള ആളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആളുടെ മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്റ്റേറ്റ്സ് ദാറ്റ് when two elements combine to form more than one compound. രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കിയാലും, ഓക്കെ, മോർ ദാൻ വൺ കോമ്പൗണ്ട്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് മാസസ് എന്നുള്ള വാക്കായിരിക്കും. ഒന്ന് ഓർത്തോളാം കേട്ടോ. ദ ഡിഫറെന്റ് മാസസ് ഓഫ് ദ എലമെന്റ് കമ്പൈനിങ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെന്റ് വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ദ ഡിഫറെന്റ് മാസസ് ഓഫ് ദി എലമെന്റ് കമ്പൈനിങ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെന്റ് വിൽ ബി സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, നമ്മൾ ക്ലിയർ ആക്കി നോക്കണം. ദ ഡിഫറെന്റ് മാസസ് ഓഫ് ദി എലമെന്റ് കമ്പൈനിങ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെന്റ് വിൽ ബി സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മളോടൊരു എക്സാമ്പിൾ വെച്ച് എഴുതാൻ പറയാം. ഉദാഹരണത്തിന് H2Oയിലുള്ള H2ന്റെ മാസ്. ഓക്കെ, H2Oയിലുള്ള H2ന്റെ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ H2Oയിലെ ഓക്സിജന്റെ മാസ്. ഓക്കെ, ഓക്സിജന്റെ മാസ് 16 ഗ്രാം ആണ്. ഓക്കെ, 16 ഗ്രാം ഇൻ 1 മോൾ H2O. ഒരു മോള് H2Oയില് ഓക്സിജന്റെ മാസ് 16 ഗ്രാം ആണ്. ഒരു മോള് H2O2-ല്, ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഓക്സിജന്റെ മാസ് 32 ഗ്രാം ആയിരിക്കും. പിറമൽ റേഷ്യോ എടുത്ത് നോക്കി, 16:32. അത് നമുക്ക് 1:2 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പൊ അവരുടെ മാസിന്റെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഒരു മോൾ H2Oയിലെ ഓക്സിജന്റെ മാസ് 16 ഗ്രാമും ഒരു മോൾ H2O2-ലെ ഓക്സിജന്റെ മാസ് 32 ഗ്രാമും ഉണ്ടല്ലോ. റേഷ്യോ എടുത്ത് നോക്കിയാൽ 1:2 കിട്ടും. വേറൊന്നും കൊണ്ടല്ല, H2Oയില് ഒരു ഓക്സിജനേ ഉള്ളൂ. H2O2-ല് 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ മാസ് 16 ഗ്രാം, രണ്ട് ഓക്സിജന്റെ മാസ് 32 ഗ്രാം. അവരുടെ റേഷ്യോ എടുത്ത് നോക്കിയാൽ 1:2 കിട്ടും. ഇത്രയും സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നല്ലോ. ഇനി മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ലോ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ്. പേര് പഠിച്ചു വെച്ചോളണം. ഇനി ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് ലോ ഉണ്ട്. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ട് അത് നമ്മൾ എവിടെ വെച്ചെടുത്താലും, കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എലമെന്റ്സോ 3 എലമെന്റ്സോ ഒക്കെ മിക്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സാധനമാണ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സിന്റെ വെയിറ്റ് എപ്പോഴും ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും. ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സിന്റെ വെയിറ്റ് എപ്പോഴും ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ എടുക്കാം. ജോസഫ് പ്രോസ്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. അതായത് അവരുടെ എലമെന്റ്സിന്റെ വെയിറ്റ് എപ്പോഴും ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും. ഓക്കെ, ദ വെയിറ്റ് ഓഫ് ദ എലമെന്റ്സ് വിൽ ഓൾവേസ് ബി ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ സെയിം ആയിരിക്കും, സെയിം പ്രൊപ്പോർഷൻ എന്ന് പറയണം. ഒരു ഉദാഹരണത്തിന്
in H2, okay, H2 എടുക്കാം, or in 1 mole H2 എന്ന് എടുത്തെഴുതാം. In 1 mole H2, 1 mole എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമിൽ കണക്കാക്കാനായിട്ടുള്ള ടെക്നിക്കാണ് ഒരു മോൾ H2. അത് കുറെ H2 മോളിക്യൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്പർ ഉണ്ടായിരുന്നു. ആ ഒരു മോൾ H2ൽ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ, ഓക്കെ, അല്ലെങ്കിൽ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2 gram. മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2 gram ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജന്റെ മാസ് 1 ഗ്രാമും 2 ഹൈഡ്രജൻ ആണെങ്കിൽ 2 ഗ്രാമും ആയിരിക്കും. മാസ് ഓഫ് ഓക്സിജനോ, ഓക്സിജന്റെ എപ്പോഴും 16 ഗ്രാമാണ് കേട്ടോ, ഓക്സിജന്റെ 16 ഗ്രാമാണ്. ഇവരുടെ റേഷ്യോ എടുത്ത് നോക്കിയാലോ, റേഷ്യോ ഇസ് ഈക്വൽ ടു 2:16 എന്ന് കിട്ടും, അഥവാ 1:8 ആയിരിക്കും. അത് എപ്പോഴും ഇത് തന്നെയായിരിക്കും, ഇത് മാറില്ല. അതാണ് ഈ ലോ പറയുന്നത്. ഓക്കെ, ദ പ്രപ്പോർഷൻ ഓഫ് ദി എലമെന്റ്സ് വിൽ ഓൾവേസ് ബി കോൺസ്റ്റന്റ്. ഇവരുടെ എലമെന്റ്സിന്റെ വെയിറ്റിന്റെ പ്രപ്പോർഷൻ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ചോദിക്കാൻ നമുക്കിത് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അല്ലെങ്കിൽ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത് ആന്റോണിയോ ലാവോസിയറാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ആണ്, നമുക്ക് മാസ് ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. കാർബൺ 12 gram ഉണ്ടായിരുന്നു, ഓക്സിജൻ ഒരു 32 gram ഉണ്ടായിരുന്നു, ഇത് 44 gram ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോയെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 12 gram 32 gram കൂടെ ചേർത്ത് നമുക്ക് 44 gram ആയില്ലേ. ഇവിടെ മാസ് ഡിസ്ട്രോയ് ആയിട്ടില്ല, പുതിയതായിട്ടൊന്നും വന്നിട്ടുമില്ല. 12 32 ചേർത്ത് 44 ഉണ്ടായി, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരിക്കും. ചുമ്മാ ഈ മാസൊക്കെ തന്നിട്ട് നമ്മുടെ റിയാക്ടൻറ്റ് സൈഡിലുള്ളതിന്റെ ടോട്ടലാണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളതെങ്കിൽ അതിനർത്ഥം അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് തന്നെയാണ്, അത് വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് AMU അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്? ഈ പറഞ്ഞ 3 ലോയും ക്ലിയർ ആണല്ലോ. ഇനി AMU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റം എടുക്കുക, ആ കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ 1/12 എടുക്കുക. ഒരു കാർബൺ ആറ്റം എടുത്തു, അത്രയും വെയിറ്റ് പറഞ്ഞൊരു സാധനമാണ്, അതിന്റെ മാസിന്റെ 1/12 എടുത്തു കഴിഞ്ഞാൽ അതാണ് AMU. അത് എങ്ങനത്തെ കാർബൺ ആറ്റമാണ്? കാർബൺ 12 ആറ്റമാണ്. കാർബൺ 12 ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്ലാണ്ട് കാർബൺ 13 ആറ്റം ഉണ്ട്, കാർബൺ 14 ആറ്റം ഉണ്ട്. കാർബൺ തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് വേണ്ടത് കാർബൺ 12 ആറ്റമാണ്. ഒരു കാർബൺ 12 ആറ്റം എടുത്ത് അതിന്റെ മാസിന്റെ 1/12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് AMU. 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം, അതായിരിക്കും എന്ത് AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു AMU എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.66 × 10⁻²4 gram ആയിരിക്കും. ഓക്കെ, ഈ നമ്പർ ഇപ്പൊ അത്രയ്ക്ക് അത്യാവശ്യം പഠിക്കണമെന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു AMU എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്പർ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 1.66 × 10⁻²4 grams. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സിൽ ഒരെണ്ണം. എന്താണ് ഒരു മോള്? ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡസൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു ഡസൻ എന്ന് വെച്ചാൽ 12 എണ്ണം നമുക്കറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇത് ഒരാളുടെ വെയിറ്റ് ഒക്കെ പറയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6.022 × 10⁻³ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ, ഇതൊരിത്തിരി കട്ടിയായിട്ടുള്ള സെന്റൻസ് ആയിട്ട് തോന്നുവാണെങ്കിൽ, അതായത് 12 gram കാർബൺ 12 ആറ്റത്തിനകത്തുള്ള കാർബൺ 12 ഐസോട്ടോപ്പിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടോ അതിന്റെ എണ്ണമാണ് ഒരു മോൾ എന്ന് പറയുന്നതിന് പകരം വേറെ ഇതിലും പറയാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. ഇങ്ങനെ പറഞ്ഞാലും മതി. അതായത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉള്ള അത്രയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനാണ് എന്ത് വിളിക്കുക? ഒരു മോൾ എന്ന് വിളിക്കുക. 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് എന്ത്? ഒരു മോള്. അത് ചിലപ്പോൾ ആറ്റം ആവാം, ചിലപ്പോൾ അത് മോളിക്യൂൾ ആവാം, ചിലപ്പോൾ അത് ചെയർ ആവാം, ടേബിൾ ആവാം, എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ഡസൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.022 × 10⁻23
പാർട്ടിക്കിൾസ് അടങ്ങുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 1 മോള് കാർബണിന്റെ മാസാണ്. ഓക്കെ, 1 മോള് കാർബണിന്റെ മാസാണ് എന്ത്? 12 ഗ്രാം. നമ്മൾ കുറച്ചു നേരം മുമ്പ് ഓക്സിജന്റെ മാസ് 16 ആകില്ലേ? അത് 1 മോള് ഓക്സിജൻ ആറ്റത്തിന്റെ മാസാണ് 16 ഗ്രാം. അതായത് ഇത്രയും ഓക്സിജൻ ആറ്റം 6.022 × 10⁻³ ഓക്സിജൻ ആറ്റംസ് അടുക്കി വെച്ചാലാണ് നമുക്ക് 16 ഗ്രാം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണെന്ത്? ഈ 1 മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 മോൾസ് ഓഫ് ഗ്ലൂക്കോസ്. 5 മോളിൽ ഗ്ലൂക്കോസിനകത്ത്, ഗ്ലൂക്കോസിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. ഈ 5 മോൾ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന്. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 1 മോള് ഗ്ലൂക്കോസിൽ നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യാം? ഓക്കെ, 1 മോള് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ 1 മോളിക്യൂൾ ഗ്ലൂക്കോസിനകത്ത് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 1 മോളിക്യൂൾ ഗ്ലൂക്കോസ്, ഇതാണ് 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് കേട്ടോ, ഒരെണ്ണം. 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ആണല്ലോ? 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ 1 മോള് ഗ്ലൂക്കോസിൽ എത്ര ഉണ്ടാവും? 1 മോളെന്ന് വെച്ചാൽ 6.022 × 10⁻³ അല്ലേ? അപ്പൊ 1 മോളിക്യൂളിൽ തന്നെ 6 ഉണ്ട്. അപ്പൊ 1 മോൾ ആകുമ്പോഴോ അതിനകത്ത് 6 × 6.022 × 10⁻³ 6 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1 മോളിന്റെ കാര്യമല്ല, 5 മോളിന്റെ കാര്യമാണ്. അപ്പൊ 5 മോൾ ഗ്ലൂക്കോസിൽ എത്ര ഉണ്ടാവും? സോ 5 മോൾ ഗ്ലൂക്കോസ് കണ്ടെയ്ൻസ് എന്തോരായിരിക്കും? 5 × 6 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റംസ് ആയിരിക്കും. ഇത്രയും ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അതിനകത്ത്. ഇതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ആദ്യം നോക്കേണ്ടത് ഒരാളിൽ എത്ര എണ്ണം ഉണ്ട്, പിന്നെ 1 മോളിൽ എത്ര എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മോളിൽ എത്ര എണ്ണം ഉണ്ടാവും? അപ്പൊ 5 × 6 × 6.022 × 10⁻23 ആറ്റംസ് ആണ് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആകെ 2-3 റൂളെ പഠിക്കാനുള്ളൂ. എപ്പോഴും തുടക്കത്തിലെ സീറോസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, തുടക്കത്തിലെ സീറോസ് ആവശ്യമില്ല, പക്ഷെ ഇടയ്ക്കുള്ള സീറോസ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി അവസാനത്തെ സീറോസ്, ഓക്കെ, അവസാനത്തെ സീറോസ് ആവശ്യമാണോ നോക്കാൻ ക്വസ്റ്റ്യനിൽ ഡോട്ട് ഉണ്ടോ നോക്കുക. ഡോട്ട് ഉണ്ടെങ്കിൽ അത് റെലവന്റ് ആണ്, ഡോട്ട് ഇല്ലെങ്കിൽ അത് റെലവന്റ് അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനകത്ത് സ്റ്റാർട്ടിങ്ങിൽ 2 സീറോസ് ഉണ്ട്. ഇത് നമുക്ക് റെലവന്റ് അല്ല, കാരണം അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. സ്റ്റാർട്ടിങ് സീറോസിന് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇടയ്ക്കുള്ള സീറോ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ള ഈ നമ്പേഴ്സ് ഡിജിറ്റ്സ്, ബാക്കിയുള്ള ഡിജിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2ഉം ഇടയ്ക്കുള്ള 0യും 5ഉം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ആയിരിക്കും? 3 എണ്ണം ആയിരിക്കും ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ 10⁻⁵ നമുക്ക് വേണ്ട, അതൊന്നും അല്ലെങ്കിലും ഇമ്പോർട്ടന്റ് അല്ല. ഈ ഭാഗം നോക്കണം. തുടക്കത്തിൽ സീറോസ് ഇല്ല, ഇട്ടേക്കാം. അവസാനത്തെ സീറോസ് ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ ഡോട്ട് ഉണ്ടോ നോക്കണം. ഡോട്ട് ഉണ്ടോ? ഉണ്ട്. ഡോട്ട് ഉള്ളതുകൊണ്ട് ഇവർ 3 പേര് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അവിടെയും സിഗ്നിഫിക്കന്റ് ഫിഗർ 3 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തുടക്കത്തിലും അവസാനത്തിലും ഒന്നും സീറോ ഇല്ല, ഇടയ്ക്കേ സീറോ ഉള്ളൂ. ഇടയ്ക്കുള്ള സീറോ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് അവിടെ 4 എണ്ണം ഉണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ 4 കൊടുക്കാം. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ തുടക്കത്തിൽ സീറോ ഒന്നുമില്ല, പക്ഷെ അവസാനം സീറോ ഉണ്ട്. അവസാനത്തെ സീറോയ്ക്ക് വാല്യൂ വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡോട്ട് വേണ്ടേ? അവിടെ ഡോട്ട് ഇല്ല, അതുകൊണ്ട് അവസാനത്തെ സീറോസിനൊന്നും വിലയില്ല. ആകെ 2ന് മാത്രമേ വിലയുള്ളൂ. അതുകൊണ്ട് അവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ 2 ആയിരിക്കും. 1 ആയിരിക്കും, കാരണം ഒരു ഡിജിറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ 1 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ ടെക്നിക്ക് കേട്ടോ. ഇനി അടുത്ത മാസ് പെർസെന്റേജ് ആണ്. മാസ് പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് ആണല്ലോ. പെർസെന്റേജ് ആകുമ്പോൾ എന്തായാലും ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ആണല്ലോ. മാസ് പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു എലമെന്റ്, അത് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള നമ്മുടെ കോമ്പൗണ്ടിന്റെ മാസ്. ഓക്കെ,
നമുക്ക് വേണ്ട എലമെന്റിന്റെ മാസ് ഡിവൈഡ് ബൈ മൊത്തത്തിലുള്ള മാസ് ഇൻറ്റു 100 ആയിരിക്കും. എപ്പോഴും ഫ്രാക്ഷനുകൾ എടുക്കുക. നമുക്ക് വേണ്ടത് ഡിവൈഡ് ബൈ മുഴുവൻ ആണ് ഫ്രാക്ഷൻ. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് വേണ്ട ആളുടെ മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ CO2. CO2യിലുള്ള കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇത്രേ ഉള്ളൂ. സോ മാസ് പെർസെൻറ്റേജ് എന്തായിരിക്കും കാർബണിന്റെ? ഫസ്റ്റ് കാർബണിന്റെ മാസ് എത്ര? 12 ഗ്രാം. ഇതിനകത്ത് ആകെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാർബണിന്റെ മാസ് 12 ഗ്രാം ആയിരിക്കും. ഓക്കെ, ഡിവൈഡ് ബൈ മൊത്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു കാർബൺ 12 ഗ്രാം, പിന്നെ 2 ഓക്സിജനും ഉണ്ട്. ഒരു ഓക്സിജൻ 16 ഗ്രാം ഉണ്ട്. 16 × 2 32. ഓക്കെ, 12 പ്ലസ് 16 × 2 മൊത്തം 44 ഗ്രാം ഉണ്ട്. ഓക്കെ, ഇത്രയും ഗ്രാമാണ് CO2ന്റെ മാസ്. പിന്നെ ഇൻറ്റു 100% കൂടെ ചെയ്യണം. കാരണം പെർസെൻറ്റേജ് ചിലപ്പോൾ ലാസ്റ്റ് 100 കൂടെ ചെയ്യണം. 12/44 × 100% എന്ന് വരും. ഓക്കെ, ഇതായിരിക്കും ഉത്തരമായിട്ട് വരിക. 12/44 × 100% ഓൾമോസ്റ്റ് ഒരു 23-24% വരും, ഓർ മോർ ദാൻ ദാറ്റ്. ഇത്രയായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, മനസ്സിലാക്കണം, ഇത് ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളു, ഭയങ്കര സിമ്പിളാണ്. എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോളിക്കുലാർ ഫോർമുല കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഉദാഹരണത്തിന് C6H12O6. ഇതൊരു മോളിക്കുലാർ ഫോർമുലയാണ്. അതായത് ഈ മോളിക്യൂൾ ഇങ്ങനെ നിലനിൽക്കുള്ളൂ. അതായത് ആക്ച്വൽ ഫോർമുലയാണ് എന്ത്? മോളിക്കുലാർ ഫോർമുല. ഇറ്റ് ഈസ് ദി ആക്ച്വൽ ഫോർമുല. പക്ഷെ നമുക്ക് കണക്കറിയാമെന്ന് നമ്മൾ വിചാരിക്കും ഇതിനകത്ത് 6നെയും 12നെയും പിന്നെയുള്ള 6നെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഇവരെല്ലാവരും വേണമെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് വേണമെങ്കിൽ C1H2O1 എഴുതാൻ പാടില്ലേ? അപ്പൊ അതല്ല എന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അങ്ങനെ എഴുതുന്നതാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോർമുല. പക്ഷേ നമ്മുടെ മോളിക്യൂളിൽ ഇങ്ങനെ നിലനിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. മോളിക്യൂൾ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കണക്കറിയാവുന്നതുകൊണ്ട് നമ്മളൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. C1H2O1 എഴുതി. അതാണ് സിംപ്ലസ്റ്റ് ഫോർമുല. ഇനി ഇത് അതിനകത്തുള്ള ആറ്റംസിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും തരാം. ആര്? എംപിരിക്കൽ ഫോർമുല. ആറ്റംസ് തമ്മിലുള്ള സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ തരും. നമ്മുടെ മോളിക്കുലാർ ഫോർമുല ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് വരും. ആ മോളിക്യൂളിലുള്ള ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് കിട്ടണം. എങ്ങനെ ആയിരിക്കും? മോളിക്കുലാർ ഫോർമുല വഴിയായിരിക്കും. ഒന്നുകൂടെ പറയാം, എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അത് നമുക്ക് ആ മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ തരും. പക്ഷെ മോളിക്കുലാർ ഫോർമുല അത് ആക്ച്വൽ ഫോർമുലയാണ്. അത് മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ കറക്റ്റ് നമ്പർ തരും. ഇറ്റ് ഗിവ്സ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ആറ്റംസ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ആയിട്ട് കൃത്യ നമ്പർ നമുക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവുമല്ലോ, ഒരു റിലേഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്ത് എങ്ങനെ? ഇവരെ ഡിവൈഡ് ചെയ്ത് എങ്ങനെ? ഒരു 6 കൊണ്ടല്ലേ. അപ്പൊ ആ ഒരു 6 എന്നുള്ള നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ നമ്പർ നമുക്കിവിടെ n എന്നുള്ള രീതിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മോളിക്കുലാർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ എംപിരിക്കൽ ഫോർമുല അല്ലേ, ഇതിനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിലേ കാണുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ n കേട്ടോ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു, ഒന്ന് മാർക്ക് ചെയ്തോളെ, മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു ഒരു n ആയിരിക്കും. n നമുക്കാണെങ്കിൽ കണ്ടുപിടിച്ചെടുക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് എന്ത്? മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇത്രയും ചെയ്താൽ മതി. ഇതിന്റെ മാസ് കണ്ടുപിടിക്കുക. ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കറിയാം 6 ആണെന്ന് നമുക്കറിയാം. പക്ഷെ എപ്പോഴും അങ്ങനെയാണ് നിർബന്ധമില്ല. ഓക്കെ, എപ്പോഴും 6 തന്നെയാണ് നിർബന്ധമില്ലല്ലോ. അപ്പൊ നമുക്കൊരു പരിപാടി ചെയ്യാൻ, ഇവരുടെ മാസ് ആയിരിക്കും ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇയാളുടെ മാസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ മോളിക്കുലാർ ഫോർമുലയുടെ മാസ് തന്നിട്ടുണ്ടാവും, എംപിരിക്കൽ ഫോർമുലയുടെ മാസ് തന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. ആ വലിയ ആൾ ഡിവൈഡ് ബൈ ചെറിയ ആൾ, അങ്ങനെ ചിന്തിക്കേണ്ട. മോളിക്കുലാർ ഫോർമുല ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ഈ n എന്നുള്ള നമ്പർ കിട്ടും. ആ n-നെ നമുക്ക് എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതുവെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു കോമ്പൗണ്ടിനകത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. എംപിരിക്കൽ ഫോർമുല മോളിക്കുലാർ ഫോർമുല ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് നോക്കാം. ഒരു കോമ്പൗണ്ടിനകത്ത് 4.07% ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, എത്ര പെർസെന്റേജ്? ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് തന്നിട്ടുണ്ടാവും. എത്ര ആയിക്കോട്ടെ, 4.07% ആണ് അടുത്തുള്ള ഹൈഡ്രജൻ, 24.27% ആണ് അടുത്ത കാർബൺ, 71.61% ആണ് ക്ലോറിൻ. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ മോളിക്കുലാർ മാസ് ഇത്രയാണെങ്കിൽ എന്തായിരിക്കും എംപിരിക്കൽ ഫോർമുല പിന്നെ മോളിക്കുലാർ ഫോർമുല, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനത്തേക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാണാണ്ട് പഠിക്കണം. ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ, കാർബണോ ക്ലോറിനൊക്കെ ഇല്ലേ, അത് എഴുതുക. പിന്നെ തന്നേക്കുന്ന പെർസെന്റേജ് എഴുതുക. പിന്നെ അവരുടെ അറ്റോമിക് മാസ് എഴുതുക. എലമെന്റ്, പെർസെന്റേജ്, അറ്റോമിക് മാസ്. ഓക്കെ, എലമെന്റ്, പെർസെന്റേജ്, അറ്റോമിക് മാസ്. ഇനി പെർസെന്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് എഴുതണം അടുത്തത്. ഈ പെർസെന്റേജിന് അറ്റോമിക് മാസും ഡിവൈഡ് ചെയ്യണം, കണ്ടില്ലേ? പെർസെന്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് കിട്ടും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പെർട്ടിക്കുലർ നമ്പർ കിട്ടും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ നമ്പർ കിട്ടും. ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കണം. അവരുടെ റേഷ്യോ നമ്മൾ എടുക്കണം. അത് അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ നമ്പറും ഡിവൈഡ് ചെയ്താൽ അതിനകത്തേക്ക് വരാം. ആ റേഷ്യോ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അത് സിമ്പിൾ റേഷ്യോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളതിനെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ. എലമെന്റ്, പെർസെന്റേജ്, അറ്റോമിക് മാസ്. പെർസെന്റേജ് ബൈ അറ്റോമിക് മാസ് എടുക്കുക. പിന്നെ രണ്ടെണ്ണം കൂടെ, ഒരെണ്ണം സിമ്പിൾ റേഷ്യോ, ഒരെണ്ണം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. മിക്കവാറും ഈ സിമ്പിൾ റേഷ്യോ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഒക്കെ ഒരേ സാധനം തന്നെയായിരിക്കും. അവിടെ ഒരു ബുദ്ധിമുട്ട് വരില്ല അവിടെ. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് എത്തത് ഇത് ഹൈഡ്രജൻ, എലമെന്റ്സിന്റെ പേരെഴുതാം. ഇത് ഹൈഡ്രജൻ, ഇത് കാർബൺ, ഇത് ക്ലോറിൻ. തന്നിട്ടുള്ള കാര്യങ്ങളായിട്ട് എഴുതണം. ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇനി അടുത്തത് ഇവരുടെ പെർസെന്റേജ് എഴുതാം. ഹൈഡ്രജൻ 4.07%, കാർബൺ 24.27%, ക്ലോറിൻ 71.65%. ഇനി എഴുതേണ്ട ഇവരുടെ ഓരോരുത്തരുടെ അറ്റോമിക് മാസ് ആണ്. അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചോളണം. ഹൈഡ്രജന്റെ 1 ആണ്. ഓക്കെ, 1 ഗ്രാം. കാർബണിന്റെ 12 ഗ്രാംസ് ആയിരിക്കും. കാർബണിന്റെ 12 ഗ്രാംസും ക്ലോറിന്റെ 35.5 ഗ്രാംസ് ആയിരിക്കും. ക്ലോറിന്റെ 35.5 ആണ്. ക്ലോറിൻ സ്പെഷ്യലായിട്ട് പഠിച്ചോളണം, 35.5 ആണ്. ഇനി ചെയ്യേണ്ട എന്താണ്? ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ പെർസെന്റേജ് എഴുതി, അറ്റോമിക് മാസ് എഴുതി, ഇവരെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 4.07 ഡിവൈഡ് ബൈ 1 എന്ന് വരും. അത്ര 4.07 തന്നെ. ഇത് 24.27 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2.02 എന്ന് കിട്ടും. 2.02. അതുപോലെ തന്നെ ഇത് 71.65 ഡിവൈഡ് ബൈ 35.5 എന്ന് കിട്ടും. ഇതും നമുക്ക് 2.02 എന്ന് കിട്ടും. ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് 2.02 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് മൈൻഡ് ആക്കണ്ട. ഉള്ളതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഉള്ളതിൽ ഏറ്റവും ചെറുത് ഇപ്പൊ രണ്ടെണ്ണം ചെറുത് തന്നെ. അപ്പൊ ഏതാണോ ചെറുത് എടുത്താൽ മതി. ഇപ്പൊ രണ്ടുപേരും 2.02 തന്നെയല്ലേ, അതുകൊണ്ട് രണ്ടും എടുക്കാം. 2.02 തന്നെയാണ് ഏറ്റവും ചെറുത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ റേഷ്യോ എടുക്കാനായിട്ട് വരാൻ ഡിവൈഡ് ചെയ്യാം. 4.07 ഡിവൈഡ് ബൈ 2.02 ചെയ്യുമ്പോഴത്തേക്കും 2 സംതിങ് കിട്ടും. 2 ചെറിയൊരു വാല്യൂ കിട്ടും. അത് മൈൻഡ് ആക്കണ്ട. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആണല്ലോ, നമുക്കത് മതി. ഇത് ഓൾമോസ്റ്റ് 2 ആണല്ലോ, നമുക്കത് മതി, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ രണ്ടാമത്തത് 2.02 ആണല്ലോ, അതിന് 2.02 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടും? 1 കിട്ടും. ഇപ്പുറത്തും 2.02ന് 2.02 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോഴും നമുക്ക് 1 തന്നെ കിട്ടും. ഈ 2, 1, 1 ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ, അതുകൊണ്ട് 2, 1, 1 തന്നെ എഴുതാം. അപ്പൊ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് ഇപ്പൊ കിട്ടിയ സംഭവമാണ് എന്ത്? നമ്മുടെ എംപിരിക്കൽ ഫോർമുല. ഇപ്പൊ എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ കിട്ടണമല്ലോ എംപിരിക്കൽ ഫോർമുല. ഇപ്പൊ എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ H2 C1 Cl1. ഓക്കെ, H2 C1 Cl1 ആയിരിക്കും. അല്ലെങ്കിൽ H2
CCl എന്ന് എഴുതാം. ഓക്കെ, H2CCl എന്ന് എഴുതാം, കുഴപ്പമില്ല. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ H2CCl എന്ന് എഴുതിയല്ലോ, നമുക്ക് കിട്ടിയത് എംപിരിക്കൽ ഫോർമുല. പക്ഷേ മോളിക്കുലാർ ഫോർമുല കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടാൻ ഒരു പാടുമില്ല. ഈ എംപിരിക്കൽ ഫോർമുലയിലുള്ള ആൾക്കാരുടെ മാസ് അങ്ങനെ പിടിച്ചാൽ മതി. എംപിരിക്കൽ ഫോർമുല മാസ് EFM എന്നാണ്. EFM. അതായത് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 ഹൈഡ്രജൻ ആകുമ്പോൾ 1x2 പ്ലസ് ഒരു കാർബൺ അല്ലെ, ഒരു കാർബൺ ആണ്. 2 ഹൈഡ്രജന്റെ 2, ഒരു കാർബണിന്റെ 12, ഒരു ക്ലോറിന്റെ 35. ഇത് 12 പ്ലസ് ഒരു ക്ലോറിന്റെ 35 വരും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 49.5 ഗ്രാമാണ് എന്ത് ഇയാളുടെ എംപിരിക്കൽ ഫോർമുല മാസ്. 49.5 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 49.5 എന്ന് എഴുതിയാൽ മതി. ഗ്രാം എന്ന് എഴുതാറ് ചിലപ്പോൾ AMU-ലാണെങ്കിൽ ഒരാറ്റം മാത്രമല്ല എടുക്കുള്ളൂ, ഇത് മാത്രമല്ല എടുക്കുള്ളൂ. സോ 49.5 എന്ന് എഴുതിയാൽ മതി. 49.5 അതാണ് ഇയാളുടെ എംപിരിക്കൽ ഫോർമുല മാസ്. പക്ഷെ നമുക്കിത് മതിയോ? പോരാ, നമുക്ക് വേണ്ടത് മോളിക്കുലാർ ഫോർമുലയാണ്. മോളിക്കുലാർ ഫോർമുല കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ വേറെ സാധനം തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മോളിക്കുലാർ മാസ് മേലിൽ തന്നിട്ടുണ്ട്, 98.96 ആണ്. അപ്പൊ മോളിക്കുലാർ മാസ് 98.96 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് വേണ്ടത് ഇനി മോളിക്കുലാർ ഫോർമുലയാണ്. ഈ എംപിരിക്കൽ ഫോർമുലയാണ് എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ ഈ n കിട്ടണമെങ്കിൽ ഈ മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ എടുത്തത്. നമുക്കിനി n കണ്ടുപിടിക്കാം. n is equal to മോളിക്കുലാർ മാസ് mm എടുക്കാം. ഇത് എംപിരിക്കൽ ഫോർമുല മാസ്, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. 98.96 ഡിവൈഡ് ബൈ 49.5 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 കിട്ടും. നമുക്ക് ഓൾമോസ്റ്റ് 2 ആണ് കേട്ടോ. ഓൾമോസ്റ്റ് 2 ആയിട്ട് ചെറിയ വ്യത്യാസം അവിടെ ഉണ്ടാവുള്ളൂ, അത് ഇട്ടേക്കാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 ആണ്, അതൊന്നും നമുക്ക് വിഷയമല്ല. ഇനി നമുക്കിനി മോളിക്കുലാർ ഫോർമുലയിലേക്ക് പോകാം. മോളിക്കുലാർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ കിട്ടിയാലോ, ഇനിയിപ്പോ നമുക്ക് മോളിക്കുലാർ ഫോർമുല ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മോളിക്കുലാർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലേനെ n കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എംപിരിക്കൽ ഫോർമുല താഴെ ഒരു n കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, അപ്പൊ മോളിക്കുലാർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല എന്തായിരുന്നു? CH2CCl ആയിരുന്നു. അതിൻ്റെ അകത്തേക്ക് കൊണ്ട് നമ്മുടെ n എത്ര? 2 ഇട്ട് കൊടുക്കുക. അപ്പൊ H2 × 2 H4 കിട്ടും അല്ലേ. ഈ H2-നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ H4 കിട്ടി. ഈ കാർബൺ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബണല്ലേ ഉള്ളൂ, അപ്പൊ C2 വരും. ക്ലോറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് Cl2 വരും. കാർബൺ 2 Cl2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല. അപ്പൊ എംപിരിക്കൽ ഫോർമുലയും കിട്ടി, മോളിക്കുലാർ ഫോർമുലയും കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ടെക്നിക്ക് ഒന്ന് നോക്കിയേക്കണം, ഇത്തിരി കട്ടിയാണ്, കമ്പാരിറ്റീവ്ലി കട്ടിയാണ് ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ. ഇനി അടുത്തത് ഇത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ the number of moles and molecules present in 90 gram of water. നമ്മുടെ 90 ഗ്രാം വെള്ളം ഉണ്ടെന്ന് ഇരിക്കാം. ആ 90 ഗ്രാം വെള്ളത്തിൽ എത്ര മോൾസ് വാട്ടർ ഉണ്ടാവും, എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഇൻ ഗ്രാം ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓർത്താലും മതി. ഗിവൺ മാസ് എത്രയാണ്? 90. വെള്ളത്തിന്റെ മോളാർ മാസ് H2O അല്ലേ. H2O ആകുമ്പോഴത്തേക്കും ഹൈഡ്രജന്റെ 1, 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 1x2 പ്ലസ് ഓക്സിജന്റെ 16, മൊത്തം 18 ഗ്രാമാണ് ഇയാളുടെ മോളാർ മാസ്, ഒരു മോളിന്റെ മാസ്. അപ്പൊ അതുകൊണ്ടാണ് 90 ഡിവൈഡ് ബൈ 18 വന്നത്. ഓക്കെ, അപ്പൊ 90 ഡിവൈഡ് ബൈ 18 ആയപ്പോഴത്തേക്കും 5 മോളായി. അത് ഒരാളുടെ മാസ് 18 അല്ലേ, ഒരു മോളിന്റെ മാസ് 18 അല്ലേ. അപ്പൊ 5 മോളിന്റെ മാസമായിരിക്കും 90. മൊത്തം 5 മോളിന് മനസ്സിലായി. 5 മോൾ ഉണ്ടെങ്കിൽ എത്ര മോളിക്യൂൾ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ.
ഒരു മോൾ എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കാം. മോളിക്യൂൾ ചോദിച്ചുകൊണ്ട് മോളിക്യൂൾ, അല്ലെങ്കിൽ ആറ്റം ചോദിച്ചാൽ ആറ്റം, അതിനനുസരിച്ച്. ഇപ്പൊ 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ് ഒരെണ്ണത്തിലുള്ളത്. അപ്പൊ 5 എത്ര ആയിരിക്കും? 5 × 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എളുപ്പമാണ്. ഇനി അടുത്തത് എന്താണ് ലിമിറ്റിംഗ് റീജന്റ്? ലിമിറ്റിംഗ് റീജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ആ റിയാക്ഷനെ തടയുന്നത് ഇവരായിരിക്കും. കാരണം ഇവര് പെട്ടെന്ന് തീർന്നു പോകും. ചിലപ്പോൾ ഒരു റിയാക്ഷനിൽ ഒരാൾ കുറച്ച് കൂടുതലും ഒരാൾ കുറച്ച് കുറവായിരിക്കുമല്ലോ. ആ കുറവുള്ള ആളാണ് ലിമിറ്റിംഗ് റീജന്റ്. കാരണം കൂടുതലുള്ള ആൾ ബാലൻസ് കിടക്കുക, അയാളല്ല റിയാക്ഷൻ തടയുന്നത്, കുറഞ്ഞു പോയ ആളാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ റിയേജന്റ് ദാറ്റ് ലിമിറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ ദ റിയേജന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുന്ന ആള്, അയാളാണ് ലിമിറ്റിംഗ് റീജന്റ്. ഓക്കെ, അപ്പൊ കുറവുള്ള ആൾ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി ലാസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കാണാൻ പഠിക്കാനുള്ളതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. മൊളാരിറ്റി എന്തായിരിക്കും? അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് തന്നെ, പക്ഷേ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. സൊല്യൂഷൻ അല്ല, മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മൊളാരിറ്റി വോളിയം ആണ്. മൊളാലിറ്റി ആണെങ്കിലോ മാസ് ആണ്. ഓക്കെ, മൊളാരിറ്റിയിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ ആയിരുന്നു. മൊളാലിറ്റി ആണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. ഇവിടെ തെറ്റുണ്ട്, മാസ് ഓഫ് ദ സോൾവെന്റ് ആണ്. മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം അവിടെ എഴുതിയിൽ തെറ്റുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ആരാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഒബ്വിയസ്ലി മൊളാരിറ്റി ആണ്. കാരണം അയാളുടെ അടുത്തുള്ളത് വോളിയമാണ്. വോളിയം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ മാസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആള് മൊളാരിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൊളാരിറ്റി ഇൻഡിപെൻഡന്റ് ആണ്, അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ്. നമ്മുടെ അടുത്ത് 4 ഗ്രാം NaOH ഉണ്ടെങ്കിൽ 250 ml സൊല്യൂഷനിൽ അത് മുക്കിയാൽ മൊളാരിറ്റി എന്താണെന്നാണ് ചോദ്യം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ട് ആരാ? NaOH ആണ്. അതായത് നമ്മളെ സൊല്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്ന സാധനം, അതാണ് സൊല്യൂട്ട്. ഇത് NaOH ആണ്. അതിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ്, അതായത് 4 ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ്. NaOHന്റെ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ? NaOH അല്ലേ, സോഡിയത്തിന്റെ 23 ആണ് കാണാൻ പിടിക്കുന്നത്. ഓക്സിജന്റെ 16 ആണ് പലതവണ പറഞ്ഞായിരുന്നു, 16 ആണ്. ഹൈഡ്രജന്റെ 1 ആണ് നമ്മൾ പലതവണ പറഞ്ഞു. മൊത്തം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40 കിട്ടും. അപ്പൊ ആ 40 ആണ് ഈ താഴെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ 4/40 40 ഗ്രാം എന്ന് പറയും. അപ്പൊ 4/40 0.1 മോൾ എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് കിട്ടി, ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളത് 250 ml. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 0.25 ലിറ്റർ കിട്ടി. ഇത് ഡാറ്റ ഡിവൈഡ് ചെയ്താൽ വേറെ ഒന്നുമില്ല. 0.1/0.25 0.4 കിട്ടും. ഇത്ര ഉള്ളൂ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ കഴിഞ്ഞു.